ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അയ്യപ്പന്റെ ശാപമാണോ അതോ സ്വാഭാവികമോ എന്നറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളം പറഞ്ഞവരുടെയൊക്കെ കള്ളി ഒന്നൊന്നായി വെളിച്ചത്താവുകയാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എന്തിനു പോയി എന്നതിലെ കടകംപള്ളി സുരേന്ദ്രന്റെ ഉരുണ്ടുകളി നേരത്തെ പൊളിച്ചതാണ് റിപ്പോർട്ട്. നൂലുകെട്ട് മറ്റൊരു ചടങ്ങായത് മണിക്കൂറുകൾ കൊണ്ടാണ്. ദാ ഇന്ന് ഒന്നുകൂടി വീണുകിടക്കുന്നു പറഞ്ഞ കള്ളത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന സത്യം. ഒരു തവണ മാത്രമേ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂവെന്ന് ക്യാമറ നോക്കി നാട്ടുകാരോട് ആണയിട്ട് പറഞ്ഞതാണ് പഴയ മന്ത്രിയും ഇപ്പോഴത്തെ MLAയും. പുളിമാത്തുള്ള വീട്ടിൽ രണ്ടാമതും എത്തിയ ചിത്രങ്ങൾ പൊതുജന സമക്ഷം ഞങ്ങൾ ഇന്ന് വെച്ചിട്ടുണ്ട്. ഒന്നിലധികം തവണ മന്ത്രി പോറ്റിയുടെ വീട്ടിലെത്തിയെന്ന അമ്മാവൻ വെങ്കടേശ്വരൻ പോറ്റിയുടെ സ്ഥിരീകരണവും പിന്നാലെ വന്നു. സമാനമാണ് അടൂർ പ്രകാശിന്റെ കാര്യവും. സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT വിളിപ്പിച്ച ആദ്യ കോൺഗ്രസുകാരനെന്ന നാണക്കേടും പേറിയിട്ടും തെളിവുകൾ സഹിതം വാർത്ത പുറത്തുവിട്ട റിപ്പോർട്ടിനെ ഭീഷണിപ്പെടുത്താനാണ് UDF കൺവീനർ സമയം പാഴാക്കുന്നത്. വെല്ലുവിളികൾ പലതും കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതിനാൽ വാർത്തയിലെ സത്യം തേടി ഞങ്ങളുടെ യാത്ര തുടരും. ഇനി വരിയിൽ നിൽക്കുന്ന ഒരാൾ ആന്റോ ആന്റണിയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പത്തനംതിട്ട MP-ക്കും നോട്ടീസ് നൽകും. കുരുക്കിലേക്ക് ആരൊക്കെ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ TK രാജഗോപാൽ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്ന് കടകംപള്ളിയുടെ കള്ളം പുറത്തായ ദിവസമാണ്. അടുത്ത ചിത്രവും പുറത്തു വരികയാണ്. ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ എത്ര തവണ പോയി എന്നതിൽ ഒരു കണക്ക് അദ്ദേഹത്തിന് ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. തൻ്റെ മണ്ഡലത്തിലെ ആളുകളുടെ വീട്ടിൽ പോകുന്നു, അവരുടെ ചടങ്ങുകൾ പങ്കെടുക്കുന്ന ഒരു പതിവ് രീതിയാണെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആളുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള വിവരം കൂടിയുണ്ട്. അപ്പോഴാണ് മണ്ഡലത്തിൽ അല്ലാത്തയിടത്തും പോകാറുണ്ട് എന്ന വിശദീകരണം വരുന്നത്. ആകെ കൂടി കള്ളം പറയലും പൊളിയിലും ഒക്കെ ആണല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ. എങ്ങനെയാണ് ഇത് പാർട്ടി കാണുന്നത്? ഏതായാലും അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സമ്മാനദാനവുമായി ബന്ധപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിജയം കിട്ടുമ്പോൾ അവാർഡ് ദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മന്ത്രി എന്ന നിലയിൽ വിളിച്ചെടുത്തെല്ലാം പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ വായനശാലയാകാം, ക്ലബ്ബാകാം, ചിലപ്പോൾ വീടുകളിലാകാം, അത്തരത്തിലാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒഫൻസുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന തരത്തിലോ ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും നാളുകൾക്ക് മുമ്പാണല്ലോ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്, ഇപ്പം അടുത്തൊന്നുമല്ലല്ലോ. അതിനുശേഷം എത്രയോ റിപ്പോർട്ടുകൾ പ്രത്യേക അന്വേഷണ സംഘം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ നൽകി. അതിലൊന്നും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ട് അദ്ദേഹത്തെ കണക്ട് ചെയ്യുന്ന ഒരു തെളിവുമില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ MLA-മാർ തന്നെ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ 2016 മുതൽ 2021 വരെയുള്ള ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചു. ഒരൊറ്റ യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല, അതുപോലെ പങ്കെടുക്കേണ്ട ആളല്ല ദേവസ്വം മന്ത്രി എന്ന രൂപത്തിൽ കൃത്യമായി മറുപടിയും കിട്ടി. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമുണ്ടോ, ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിൽ മന്ത്രി ഇടപെട്ടിട്ടുണ്ടോ, ദൈനംദിന തീരുമാനത്തിലോ മറ്റോ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ വിരാമം എന്ന രൂപത്തിലേക്ക് വിലയിരുത്താനായോ അഡ്വക്കേറ്റ് അരുൺകുമാർ? ഒന്നാമത്തെ കാര്യം, ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ റിപ്പോർട്ട് നൽകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ UDF നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പറയുന്ന കാര്യങ്ങളും നിൽക്കില്ലല്ലോ. അവരെ പറ്റിയൊന്നും ഒരു പരാമർശം ഇതുവരെയുള്ള റിപ്പോർട്ടിലില്ല. അവരെയും വിളിപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അതിപ്പോൾ ഒരൊറ്റയാളെ മാത്രം, അടൂർ പ്രകാശിനെ, ഒരു നടപടിയിലേക്ക് കടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന വാദവും നിൽക്കില്ല. അപ്പോൾ അതല്ലല്ലോ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം. അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക, ആര് വിളിച്ചാലും പോവുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേട്ടോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു കടകംപള്ളി. എന്നിട്ട് പോറ്റി തന്നെ വിളിപ്പിക്കുകയാണ് ഈ അമ്മാവൻ്റെ മകളെ, റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ആ കുട്ടിയെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. പിന്നെ ആ കുട്ടി ചെന്നിട്ട് ആ സമ്മാനം വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമ്മാനം കൊടുക്കാനായി പോയതല്ല. പോറ്റിയുമുള്ള ബന്ധമാണ് പ്രശ്നം. സ്വർണ്ണക്കൊള്ളയിലേക്ക് കടകംപള്ളി പോയി എന്നുള്ളതല്ല, ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം. ആ ബന്ധമാണിപ്പോൾ SIT പരിശോധിക്കുന്നത്. ആ ബന്ധത്തെക്കുറിച്ച് പാർട്ടിക്ക് ഒരു സംശയവുമില്ല എന്നാണോ? അല്ല, ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ UDF നേതാക്കന്മാർക്കെതിരായിട്ട് വാദം നിൽക്കില്ല, കാരണം അവർക്കെതിരെ റിപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നത്. എന്നാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ച.
ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. റിപ്പോർട്ട് വരുമോ, പരാമർശങ്ങൾ ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും മുൻകൂർ ജാമ്യം ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടതില്ല. കാരണം മീഡിയ ട്രയൽ നടത്തരുതെന്ന് പറഞ്ഞ കേസാണല്ലോ. അതുകൊണ്ട് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വരട്ടെ, ആന്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പറയാൻ നിൽക്കേണ്ടതില്ല. പിന്നെ ആരെയെങ്കിലും ഈ കേസുമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിത്ത് പ്രയർ പെർമിഷൻ ഓഫ് ദി ഹൈക്കോർട്ട് തന്നെയാണ്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കേസ് ഡയറി CD എന്ന് പറയും. ആ CD വിശദമായി ഹൈക്കോടതി പരിശോധിച്ചിട്ടാണ് ഇതുവരെ നടത്തുന്ന അന്വേഷണത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ രേഖപ്പെടുത്തുകയും കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാൻ പറയുന്നു, ഇന്ന മേഖലകളിൽ നിങ്ങൾ അന്വേഷണം നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ 2 ആഴ്ച മുമ്പ്, അതായത് ജനുവരി മാസം 19-ാം തീയതി ഹൈക്കോടതി പരിശോധിച്ച് ആ പരിശോധനയുടെ ഭാഗമായി കൊടുത്ത നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് നാളെ ഫെബ്രുവരി മാസം 9-ാം തീയതി ഈ കേസ് പരിഗണിക്കുന്നത് വരെയുള്ള അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഈ ചോദ്യം ചെയ്യൽ വന്നത്. ഇപ്പോൾ വ്യക്തമാകുന്നതും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്തായാലും ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. ചോദ്യം ചെയ്യട്ടെ, റിപ്പോർട്ടുകൾ വരട്ടെ, അതനുസരിച്ച് നടപടികൾ SIT സ്വീകരിച്ചോട്ടെ. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ SITയെ തള്ളി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ സർവൈലൻസിനെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ഇവിടെ ഹൈക്കോടതിയുടെ സർവൈലൻസിനെ തള്ളി പറയുന്നു, അതുപോലെ SITയെ വലിയ തരത്തിൽ കുഴപ്പമില്ലെന്നൊക്കെ പറയും. പക്ഷെ SIT നടത്തുന്ന പല ഇടപെടലുകളും അത് പറ്റില്ല, പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് നാം കണ്ടത്. അതുകൊണ്ട് 1-2 ഫോട്ടോ ചിത്രങ്ങൾ വന്നോട്ടെ, ഏതെങ്കിലും തെളിവ് ഇതിൽ കണക്ട് ചെയ്യാൻ ആർക്കെങ്കിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രശ്നം. അതനുസരിച്ച് അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ കാര്യത്തിലും നിങ്ങളുടെ നിലപാടെന്നാണോ? അങ്ങനെയാണോ അടൂർ പ്രകാശിന്റെ കാര്യത്തിലും നിങ്ങളുടെ നിലപാടെന്നുള്ളതാണോ? അല്ല, ഇവിടെ അതല്ലല്ലോ. അടൂർ പ്രകാശ് അടക്കം ഇന്ത്യയുടെ പാർലമെന്റിന്റെ കവാടത്തിൽ നിന്ന് പാട്ടുപാടിയത് പോറ്റിയെ കയറ്റിയത് പോറ്റിയെ കയറ്റിയത് LDF എന്ന രൂപത്തിൽ തന്നെയാണ്. ഇന്നലെ ആന്റോ ആന്റണി കേസ് അല്ല, കേസ് ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ ഇതില്. ഈ കേസില്ലെങ്കിൽ പിന്നെ അതിൽ കണക്ട് ചെയ്യുന്ന രാഷ്ട്രീയമില്ല. ഈ കേസിനെ മാറ്റി നിർത്തിയിട്ട് ഇതിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം പോറ്റിയെ കയറ്റിയത് 2004-ലാണെന്നും 2006-ൽ ഇതേ പോറ്റി ഇറങ്ങിയെന്നും പിന്നെ പോറ്റി തിരിച്ചു വരുന്നത് 2011-ലാണെന്നും 2013-ലാണ് ഈ പോറ്റി കൃത്യമായി സോണിയാഗാന്ധിയെ കാണാൻ വന്നത്. അന്നേരം പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെയാണ് വന്നത്, കൂടെ ഞാനും പോയി എന്ന് പത്രസമ്മേളനം നടത്തി തന്നെ ആന്റോ ആന്റണി വെളിപ്പെടുത്തുകയാണ്. ഇപ്പൊ പൊതുസമൂഹത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്നായിരുന്നു സോണിയാഗാന്ധിയെ കാണാൻ പോയി കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തത്, ഒരു പൊതി കൊടുത്തത്? 2 വലിയ ഫോട്ടോ വന്നു. സ്വർണം കട്ടവനും സ്വർണം കള്ളമുതൽ മേടിച്ചവനും സ്വർണം ഉരുക്കിയവനും ഒരേ ഫ്രെയിമിൽ സോണിയാഗാന്ധിയുടെ ഇടത്തും വലത്തും ആന്റോ ആന്റണിയും അടൂർ പ്രകാശും എങ്ങനെ വന്നു? അത് എന്നതിൽ ഒരു സംശയമുണ്ടായിരുന്നു. കോൺഗ്രസ് വക്താക്കൾ തന്നെ പല ചാനലുകളിൽ പല രൂപത്തിൽ പറഞ്ഞു. എന്നാൽ ഇന്നലെ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തു വന്ന വീഡിയോയിൽ ആന്റോ ആന്റണി തന്നെ പറയുകയാണ് ഇത് 2013-ലാണ് എന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2004-ൽ ശബരിമലയിൽ കയറിയ പോറ്റി 2006-ൽ പുറത്തുപോയി. 2006 മുതൽ 2011 വരെ LDF ഭരണമാണ്. പിന്നെ 2011-ന് ശേഷമാണ് തിരിച്ചു വന്നത്. തിരിച്ചു വരുന്ന 2 കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്പർ 10 ജനപഥത്തിൽ എത്തണമെങ്കിൽ അന്ന് UPA ഭരണമാണ്. സോണിയാഗാന്ധി ഏറ്റവും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കീ പോസ്റ്റിലുള്ള സമയമാണ്. ആ സമയത്ത് വരെ നമ്പർ 10 ജനപഥത്തിൽ ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള സ്ഥലത്ത് പോയി കാണാൻ കഴിയുന്ന തരത്തിൽ ആ ഫോട്ടോ, അന്നത്തെ ഫോട്ടോ ആണെങ്കിൽ അന്നുമുണ്ട്. ഈ സ്വർണം ഉരുക്കിയെടുത്തവനും കള്ള മുതൽ മേടിച്ചവനും എല്ലാം ആ ഫോട്ടോയിലുണ്ട്. അപ്പൊ പരിശോധിക്കട്ടെ. നോക്കൂ, ഇപ്പോൾ 2 FIR ആണല്ലോ, ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും അല്ലേ? ഈ രണ്ടും അങ്ങ് പറയുന്ന പോലെ 2004-ലും 2007-ലും ഒക്കെ ആണോ? ക്രൈം നമ്പർ 3700/2025, ക്രൈം നമ്പർ 3701/2025 രണ്ട് ക്രൈമാണ്. അല്ല, 2 FIR-കൾ ഏത് കാലത്ത് സ്വർണ്ണക്കൊള്ളയാണ്? 2019 മുതലാണ്. 2019-ലെ 2 മോഷണങ്ങളാണ് അന്വേഷിക്കുന്നത് അല്ലേ? ഈ 2 മോഷണ കേസുകളിൽ ഇപ്പോൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് SIT. അതിന്റെ ഒരു തീരുമാനവും എത്താൻ പറ്റാത്ത വിധത്തിൽ അതിന്റെ അന്വേഷണം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അതിനിടയ്ക്കാണ് അതിനു മുമ്പുണ്ടല്ലോ, അതിനുശേഷം ഉണ്ടല്ലോ, അതിനിടയ്ക്കുണ്ടല്ലോ എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അങ്ങി പറയുന്നത് 2004-ലാണ് പോറ്റി ഈ ശബരിമലയിൽ എത്തിയെന്നതിന്റെ തെളിവ് ആരാണ് പറഞ്ഞത്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞ 2004-ൽ കയറ്റിയെന്ന് അല്ലേ? അത് പോറ്റി തന്നെ 2004-ലാണ് ശബരിമലയിൽ ആദ്യമായി എത്തിയതെന്നും
അന്നത്തെ സാഹചര്യം KC വേണുഗോപാൽ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നും പലതവണ അസന്നിഗ്ധമായി തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലും അതിന്റെ ഭാഗമായിട്ടുള്ള പരാമർശങ്ങളിലെല്ലാം പുറത്തു വന്നതാണ്. അങ്ങനെയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം നോക്കൂ, 2007 ഈ ശബരിമലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ പല പ്രായത്തിലും പല ആളുകളും വരുമല്ലോ. 2007 അവിടെ ഈ പറയുന്ന മേൽശാന്തിയുടെ സഹായിയായി അവിടെ പരികർമ്മിയായി എത്തുന്നത്. ആ പരികർമ്മിയായി എത്തിയ കാലത്തെ ചിത്രങ്ങളടക്കം ആ സമയത്ത് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ളതാണ്. ഈ പരികർമ്മിയായി കൊണ്ടുവരുന്ന തന്ത്രിയാണ്. തന്ത്രി കൊണ്ടുവന്നതിന്റെ വിവരങ്ങളടക്കം കൃത്യമായി പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ 2004 എന്ന സൗകര്യത്തിൽ പറയുമ്പോൾ 2004 അവിടെ KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രിമാർക്കും ഈ ദേവസ്വം ബോർഡിൽ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിമാരാണ് അവിടെ ഈ പറയുന്ന കീഴ്ശാന്തിയുടെ മേൽശാന്തിയുടെ പരികർമ്മിയെ കൂടി കൊണ്ടുവരുന്നത് എന്ന രൂപത്തിലാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും അങ്ങനെ സമ്മതിക്കേണ്ടി വരും. 2004 പോറ്റി ശബരിമലയിൽ എത്തിയതെന്നും അത് കീഴ്ശാന്തിയുടെ പരികർമ്മി എന്ന രൂപത്തിൽ സഹായി എന്ന രീതിയിലാണെന്നും അത് മേൽശാന്തിയുടെ അല്ല കീഴ്ശാന്തിയുടേതാണെന്നും 2004 കയറിയ പോറ്റി 2006 ശബരിമലയിൽ നിന്ന് തിരിച്ചുപോയി എന്നുമാണ് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുള്ളത്. മറിച്ച് താങ്കൾ ഇപ്പോൾ പറയുന്നു 2007 ആ 2007 തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ താങ്കൾ അയച്ചു തരികയോ സ്ക്രീനിൽ കാണിക്കുകയോ ചെയ്താൽ പത്രത്തിൽ വന്ന ചിത്രമുണ്ട്. ഈ പറയുന്ന പോറ്റി അന്ന് പറയുന്ന മുന്നിൽ കയറി നിൽക്കുകയോ നേതാക്കൾക്കൊപ്പം നിവർന്നു നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. അന്ന് ഈ ചിത്രങ്ങളിലൊക്കെ പുറകിൽ ഈ പറയുന്ന തന്ത്രിയുടെ പുറകിൽ കുനിഞ്ഞ് വണങ്ങി നിൽക്കുന്ന പോറ്റിയുടെ ചിത്രങ്ങളാണ് കാണുന്നത്. അന്ന് ഈ പറയുന്ന സഹായിയാണ്. അന്ന് ശമ്പളമുണ്ടോ ശമ്പളമില്ലേ, ശമ്പളമില്ലാത്ത ജോലിയാണോ, ഇതൊക്കെ കുറച്ചുകൂടി ശ്രീ രാജഗോപാലിന് പറയാൻ സാധിക്കും. ശ്രീ രാജഗോപാൽ, പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യം വരുമ്പോൾ വളരെ സാങ്കേതികമായി പോറ്റി എന്നാണ് ശബരിമലയിലേക്ക് എത്തിയത് എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന വാദം ഇവിടെ ഉയരുകയാണ്. യഥാർത്ഥത്തിൽ പോറ്റി അവിടെ ഈ സ്വർണ്ണപ്പാളികൾ നന്നാക്കാൻ കൊണ്ടുപോകുന്ന രൂപത്തിൽ അവിടെ ശക്തനായത് എപ്പോഴാണ്, എന്നാണ് സ്വാധീന ശക്തിയായത്? ഇതാണല്ലോ ചോദ്യം. 2 കേസുകളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഈ 2 കേസുകളിൽ SIT അന്വേഷണം ഏറ്റവും ഒടുവിൽ VSSCയുടെ രണ്ടാമത്തെ പരിശോധനയിൽ ഈ 575 ഗ്രാം സ്വർണം തിരികെ പൂശി എന്ന പ്രതികൾ SITയോട് പറഞ്ഞത് കള്ളമാണ് എന്ന് തിരിഞ്ഞിട്ടുണ്ട്. 986 ഗ്രാം സ്വർണം ഉരുക്കിയപ്പോൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അതിലപ്പുറം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ പറയുന്നു വീണ്ടും ഈ പരിശോധനയിലേക്ക് കടക്കണമെന്ന്. അതായത് ഒരു അന്തിമ പരിശോധന എന്ന രൂപത്തിലേക്ക് രണ്ടാമത്തെ പരിശോധനയും എത്തിയിട്ടില്ല എന്ന വിവരമാണ് കേൾക്കുന്നത്. ശ്രീ രാജഗോപാൽ, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? സ്മൃതി, ഈ പോറ്റി ശബരിമലയിൽ കയറിയ തീയതി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് പത്തനംതിട്ടയിൽ വെച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നത്. അന്ന് ദേവസ്വത്തിന്റെ മന്ത്രിമാരുടെ പേര് പറഞ്ഞില്ല കേട്ടോ, ദേവസ്വം മന്ത്രിയുടെ പേരന്ന് പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞില്ല. KC വേണുഗോപാലിനാണല്ലോ ആ സമയത്ത്, KC വേണുഗോപാലിനാണ് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വരുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള തെളിവും അതായത് നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ SIT ഈ ഡേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. നമ്മൾ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ പൊതുവേദിയിലും നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പത്മകുമാർ പറയുന്നതായിട്ടാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും MLAയുമായിരുന്ന പത്മകുമാർ, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമലയിൽ എത്തുന്നതെന്ന്. ശബരിമലയിൽ എത്തുന്ന തന്ത്രിയുടെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. തന്ത്രി ആ സമയത്ത് ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിന്റെ തന്ത്രി ആരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ദൈവതുല്യരെന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ആലപ്പുഴക്കാരനായ ഒരു മാധവൻ പോറ്റിയുടെ സഹായിയായിട്ട് ശരിക്കുള്ള ജോലിയൊന്നുമില്ല, ഈ അടിച്ചുതളി എന്നൊക്കെ പറയുന്ന ഒരു ജോലിയാണ്. നമ്മളവിടെ പാത്രങ്ങളൊക്കെ കഴുകുക, പൂക്കളും മറ്റൊക്കെ പുറത്തേക്ക് വിട്ടുക, അങ്ങനെയൊക്കെയുള്ളൊരു ജോലി മാത്രമായിട്ടാണ് ഇയാൾ അവിടെ വരുന്നത്. അതിനുശേഷം ആ സമയത്തെ ചിത്രങ്ങളാണ്, 2007 ചിത്രമാണ് മാതൃഭൂമി പുറത്തുവിട്ടതായിട്ട് സ്മൃതി പറയുന്നത്. ശരിയാണത്, 2007 ചിത്രത്തിലുണ്ട്. അങ്ങനെ വെറും അതന്ന് ശമ്പളം പോലുമില്ല, ഇവരാരെങ്കിലും കൊടുക്കുന്ന അലവൻസ് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ അയാളുടെ സ്വാധീന ശക്തി എന്താണെന്ന് നമ്മൾ കണ്ടില്ലേ ചിത്രങ്ങളില്.
ശബരിമലയിലെ പ്രധാന തന്ത്രിയുടെ തൊട്ടുപുറകിലായിട്ട് അദ്ദേഹം ഇരിക്കേണ്ട ആവണിപ്പലക അടക്കം അല്ലേ, അല്ലെങ്കിൽ തീർത്ഥം തെളിക്കേണ്ട പാത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. മേൽശാന്തി വളരെ അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ പോറ്റിയുടെ സ്വാധീന ശക്തി അന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇയാൾ 2012 കാലങ്ങളിലൊക്കെ ചെറിയ ശമ്പളക്കാരനായി, പിന്നീട് 14-15 ഇയാൾ അവിടെ സ്പോൺസറായിട്ട് മാറുന്നത്. അങ്ങനെയാണ് പോറ്റിയുടെ ഒരു വളർച്ച ഇതിനകത്തുണ്ടാകുന്നത്. അതാണ് അതിന്റെ ഉത്തരവെന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ചോദിച്ചതുപോലെ ഈ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, SITയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതിനകത്ത് സംബന്ധിച്ചിരിക്കുന്നത്. SIT ഇപ്പൊ ഇന്നിപ്പം പിന്നെ ചാനലുകളിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 928 പവൻ മാത്രമല്ല, അതിൽ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം ശബരിമലയിൽ നിന്ന് 4-4.5 കിലോ സ്വർണം പോയിട്ടുണ്ട്. അതിനകത്തിലെ 918 ഗ്രാമോ 28 ഗ്രാം മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. അത് സത്യമാണത്. അപ്പൊ ആ സ്വർണം എന്തിയേ, ആ പോയ സ്വർണം എങ്ങോട്ട് പോയിരിക്കുന്നു? അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ SIT തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് അവർക്ക് സാവകാശം കൊടുക്കുന്നത്. ഇപ്പൊ BSSCയുടെ പരിശോധനകളും അതിനോടൊപ്പം തന്നെ നീക്കുന്നതിന്റെ കാര്യം അതുകൊണ്ടൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ദേവസ്വം ബെഞ്ച് പലതവണ പറഞ്ഞില്ലേ, ഏതൊക്കെ പ്രതികൾ വേണമെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങി പൊക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കൂ. നിങ്ങൾ SITയോട് പറയുന്ന അവർക്ക് എന്തൊരു ആത്മവിശ്വാസമാണ് കൊടുത്തെന്ന് നോക്കൂ. നിങ്ങൾ കൃത്യമായിട്ട് ഇത് അന്വേഷിച്ച് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, അതിനകത്തൊന്നും പ്രശ്നമില്ല. കാരണം നമ്മളിപ്പോ കണ്ടില്ലേ, പോയ ആരെങ്കിലും പിന്നെ സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പറ്റി ഒരു പക്ഷെങ്കിൽ ഇന്നായിരിക്കും അവിടെ വീട്ടിൽ കിടന്ന് സമാധാനമായിട്ടൊന്നും ഉറങ്ങുന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം 2 ദിവസവും SITയുടെ മുമ്പിലായിരുന്നു അല്ലേ, SIT മുമ്പിലായിരുന്നു. ഇനിയിപ്പോ ഇന്നുറങ്ങിയാലും നാളെ രാവിലെ ED നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇയാളുടെ ഇഷ്ടം പോലെ അസറ്റുകൾ പിടിച്ചിട്ടുണ്ട്. നമ്മളെ അറിയുന്ന പ്രകാരം ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലോട്ട് ഒരുപാട് ആസ്തികൾ അവര് മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമ്മൾ വിശ്വസിക്കുക, ഭരണഘടനാപരമായിട്ട് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പരമോന്നത കോടതി എന്ന് തന്നെ വിശേഷിപ്പിക്കാം അല്ലെ, ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്, അവരത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. സ്വർണം നഷ്ടപ്പെട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ്. പാളികളുടെ മാറ്റമാണ്. ഇപ്പോൾ അന്വേഷണത്തിൽ പല ഭാഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സമ്മർദ്ദം ഏതെങ്കിലും രൂപത്തിലുണ്ടായി പല ഭാഗങ്ങളിലേക്ക് അന്വേഷണം ഡീവിയേറ്റ് ചെയ്തു പോകുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? കാരണം ഈ പാളികൾ ഈ പറയുന്ന 2 FIRൽ നിന്ന് അപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങളിലേക്ക് പോവുകയാണോ? ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിപ്പിക്കുന്നു, കടകംപള്ളിയെ വിളിപ്പിക്കുന്നു, ഇനിയിപ്പോൾ ആന്റണി വിളിപ്പിക്കാൻ പോകുന്നു. ഇതൊക്കെ പറയുന്നത് പോറ്റിയുമായുള്ള ബന്ധം കണ്ടെത്താനാണ്, പോറ്റിയുമായി മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ്. നമുക്ക് സ്വർണ്ണക്കൊള്ളയാണല്ലോ പരിശോധിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ SIT? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അത് നമുക്ക് SITയുടെ അന്വേഷണ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ജാമ്യമോ മറ്റ് കേസുകളൊക്കെ വരുമ്പോഴോ, അല്ലെങ്കിൽ നാളെ കൊടുക്കുന്നുണ്ട്, നാളെ ഒരു ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം നമ്മളാരും ഇത് അറിയുന്നില്ല, നേരിട്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിന് പോകുന്നതായതുകൊണ്ട് നമ്മളിത് അറിയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെയോ അല്ലെങ്കിൽ അടൂർ പ്രകാശിനെയോ ഇനിയിപ്പോൾ ഈ പറയുന്ന ആന്റണിയോ അവരെയൊക്കെ വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ മറ്റവരെ 2 പേരെ വിളിപ്പിച്ച് പിന്നെ 2 പേരെ ഓരോ തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ ആരും ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അവരുടെ പേരിൽ ചോദ്യം വന്നിരിക്കുന്നത്. അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ അവിടെ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ തന്നെ ഈ ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൂടുതൽ ചോദ്യം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ 2 ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യത്തെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ കാര്യങ്ങൾ. കൂടുതൽ സപ്ലിമെന്ററി ചോദ്യങ്ങൾ ഉണ്ടാകും. കാരണം പോറ്റിയുമായിട്ടാണ് ഇടപാട്, ഇവരുടെ എല്ലാ ഇടപാട് പോറ്റിയുമായിട്ടാണ് നിൽക്കുന്നത്. പോറ്റി മോശക്കാരനൊന്നും അല്ലല്ലോ. പോറ്റി ഇത്രയും രൂപ അവിടെ പിന്നെ ഏതാണ്ട് ഇപ്പോൾ അവർ കണ്ടെത്തിയ തുകയാണ് 1.35 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് വരും, ചോദ്യങ്ങളുണ്ടാകും. ഇവർക്കും എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ, ഇവരും എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കും അവരും വിട്ടു പറയുന്നില്ല. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും അവരെ പറഞ്ഞില്ലേ, എല്ലാം അവർ പറയേണ്ടവരാണ്. അവർ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയേണ്ടവരാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് സംശയം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരു തവണ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്താ കാണുന്നത്, 2ാമത്തെ തവണ പോയിട്ടുണ്ടെന്നുള്ള ചിത്രമാണ് റിപ്പോർട്ടർ ഇന്ന് കൊടുത്തത്. അതേപോലെ തന്നെ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഒരുപാട് ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം കാണിക്കുന്നത് എന്തോ ഒരു തിരുവാതിര കളി,
പോറ്റി നടത്തിയ ഒരു തിരുവാതിര കളിയുടെ നടക്കും അടൂർ പ്രകാശ് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരട്ടെ. വരാതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇവരെ ഈ കേസുമായിട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ശരി, ശ്രീ സുഭാഷ് ബാബു, അങ്ങ് എന്താണ് കരുതുന്നത്? SIT നേരായ മാർഗത്തിൽ അല്ലെങ്കിൽ നേരായ വഴിക്ക് ഈ അന്വേഷണത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണോ, അതോ വേറെ ചില ഭാഗങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലുകയാണോ? യഥാർത്ഥത്തിൽ ഈ പാളികളുമായി ബന്ധപ്പെട്ട അന്വേഷണം 2 FIR അതിലപ്പുറം കടക്കുകയാണോ? ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ വിളിപ്പിച്ചുകൊണ്ടുള്ള മൊഴിയെടുക്കൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അത് രാഷ്ട്രീയമായ സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്ന് ഒരു ഭാഗത്ത് നിന്ന് വരികയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്തുനിന്നുള്ള ചോദ്യം ചെയ്യലും ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് അന്വേഷിക്കുമ്പോൾ ഈ ബന്ധം ഉപയോഗിച്ച് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഈ ബന്ധങ്ങൾ സഹായകമായിട്ടുണ്ടോ എന്ന രൂപത്തിലേക്കാണോ ഈ അന്വേഷണം? അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? അല്ല, അതും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം പ്രതിപാദ്യ വിഷയമാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. കാരണം അത് ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് എന്താ, ദ്വാരപാലകരുടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അതിലെ സ്വർണം എടുത്തു മാറ്റി എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് കട്ടിലപ്പാളികൾ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആദ്യം കൊണ്ടുപോയ വാതിൽപ്പാളികളെ സംബന്ധിച്ച് കേസും എടുത്തിട്ടുള്ള അന്വേഷണവും ഇല്ല. അതിനെപ്പറ്റി ഇതുവരെ ഒരു റിപ്പോർട്ട് നമ്മളവിടെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതിനകത്തിലൊക്കെ വളരെ കൂടുതൽ കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നെന്നും ആ സ്വർണം, അതായത് ആ പാളികൾ തനതായിട്ട് വിറ്റതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ കൊണ്ടുവച്ചോ എന്നുള്ളതിൻ്റെ വ്യക്തത ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് BSSCയിൽ പരിശോധന നടത്തി. BSSC പരിശോധന നടത്തിയപ്പം ഗോൾഡിൻ്റെ ഒരു ഭാഗം പോയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു. അത് രണ്ടാമത് വീണ്ടും പരിശോധിച്ചപ്പോൾ മൊത്തം ഏകദേശം ഇത്ര സ്വർണം പോയിട്ട്, അത് ഏകദേശം എന്നേ പറയുന്നുള്ളൂ, പോയിട്ടുണ്ട് എന്ന് അവർ ആധികാരികമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ആദ്യത്തെ ചെമ്പുപാളികൾ മാറ്റി പുതിയത് കൊണ്ടുവച്ചോ അതിൻ്റെ രാസപരിശോധന, അതിൻ്റെ കമ്പോണൻസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു വിവരം കിട്ടാത്തത് കൊണ്ടാണ് ഇനി പരിശോധിക്കണം എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ BSSC പരിശോധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അതുപോലെ തന്നെ മെറ്റലർജിയുടെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്, അവരോട് ചോദിക്കുന്നതും. അതല്ലെങ്കിൽ പിന്നെ ഇത് പരമ്പരാഗതമായിട്ട് ഈ ചെമ്പ് പാളികൾ അതിൻ്റെ വ്യവസായം, പാത്രം ഉണ്ടാക്കുന്ന മറ്റൊന്നും അതിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മളിപ്പം മാന്നാർ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള ഈ ഇത് സംബന്ധിച്ചുള്ള. അവരോട് തന്നെ ഇത് രണ്ടും എടുത്ത് വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ അവരുടെ ചുറ്റി കൊണ്ട് അടിച്ചതിന് ശേഷം, മരത്തിൻ്റെ ചുറ്റി കൊണ്ട് അടിച്ചു നോക്കിയതിന് ശേഷം അവർ പറയും ഇതിനകത്ത് ഇന്ന വ്യത്യാസമുണ്ട്, ഇത് രണ്ടും ഒന്നല്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കും. അതൊന്നും തെളിവായിട്ട് വേണമെങ്കിൽ കോടതി സ്വീകരിക്കാം. എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ അവരെ അവരുടെ പരിചയങ്ങൾ മാത്രം കോടതിയെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വേണമെങ്കിൽ അതും സ്വീകരിക്കാം. പക്ഷേ അതൊന്നും എല്ലാം ഇവിടെ BSSC തന്നെ പരിശോധിക്കട്ടെ. അതിൽ ഇവിടെയുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസ് 2 കേസുകളേ ഉള്ളൂ. 2ൽ കൂടുതൽ കേസുകൾ എടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിനോടൊപ്പം തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിനകത്ത് വലിച്ചു കയറ്റി അതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതും പ്രത്യേകമായിട്ട് ഒരു കേസായിട്ട് അന്വേഷിക്കാറ്. പക്ഷേ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു, അതും പോട്ടെ, അങ്ങനെ അന്വേഷിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള പ്രധാന കാര്യം എന്താണെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന് ശേഷം ഇവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട്, അതെങ്ങനെയാണ്, അത് തനതായി തന്നെ വിറ്റിട്ട് വിദേശത്തേക്കുള്ള വ്യാപാരം നടന്നിട്ടുണ്ടോ എന്നുള്ളത്, അത് പുരാവസ്തുവായിട്ട് തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ ഈ പോറ്റി മാത്രമാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദി. മറ്റാളുകൾ സഹായികളായിട്ടാണ് നിന്നത്. ആ പോറ്റിയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ എവിടെ കൊണ്ടുപോയി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു പരാജയമാണ്. എന്നെ സംബന്ധിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇവർ അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അത് സ്വർണം ക്ലാഡ് ചെയ്ത്, അതായത് സ്വർണം പൂശിയതല്ലാതെ സ്വർണം പൊതിഞ്ഞത് എവിടെ കൊണ്ടുപോയി എന്ന്, ആരാ കൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ സ്വർണം മാറ്റിയിട്ടുള്ളത്, അല്ല വേറെ ആരും മാറ്റിയതായിട്ട് നമ്മളിതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ എവിടെ കൊണ്ടുപോയി എന്നും ഏത് രീതിയിലാണെന്ന് മാറ്റപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രധാന ദൗത്യം ആ അന്വേഷണ സംഘം ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. അതിൽ അവർ പരാജയപ്പെട്ടു എന്ന് നമ്മൾ പരസ്യമായി സമ്മതിക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വ്യക്തികൾ ചുരുക്കമാണ്. അല്ല, അങ്ങ് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണല്ലോ അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഹൈക്കോടതി എന്തുകൊണ്ടായിരിക്കാം SIT ശരിയായ ദിശയിലാണ്, അവർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അവർ ആവശ്യത്തിന് സമയം എടുത്തോട്ടെ എന്ന് കോടതി പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം?
അത് കാരണമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേസ് ഡയറി പരിശോധിക്കുന്നത് ബെയിൽ ആർഗ്യുമെൻ്റ്, അതായത് ജാമ്യം ഏത് കോടതിയാണ് പരിഗണിക്കുന്നത് ആ കോടതി മാത്രമേ കേസ് ഡയറി ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുകയുള്ളൂ. ഇപ്പം സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്നത് ദേവസ്വം ബെഞ്ച്. ആ ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായി മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസിൽ അവർക്ക് കേസ് ഡയറി സാധാരണഗതിയിൽ വായിക്കാൻ പാടില്ല. അത് സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായങ്ങളുണ്ട്. പോസ്ലിൻസിൻ്റെ അന്വേഷണത്തിൽ കോടതി നേരിട്ടിടപെട്ട് ആ രേഖകൾ നോക്കി നിർദ്ദേശം ഇന്ന അന്വേഷിക്കണം, നിർദ്ദേശം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബെഞ്ച് ഒരിക്കലും ഈ കേസിനെ പരിശോധിക്കാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പരിശോധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പ്രതികളിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുവരെ ഒരു ഉത്തരവിലും ഞങ്ങൾ കേസ് ഡയറി പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉത്തരവ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിൽ പറഞ്ഞത് തന്നെ അവർ ഹാജരാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് നേരിട്ട് സംസാരിച്ചതിൻ്റെയും അവർ നേരിട്ട് തന്ന വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ രീതിയിലുള്ള അനുമാനത്തിലേക്ക് എത്തുന്നു, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ കേസ് ഡയറി പരിശോധിക്കാൻ സാധ്യത തീരെയില്ല. അങ്ങനെ പരിശോധിക്കാൻ പാടില്ല എന്ന് നിരവധി വിധിന്യായങ്ങളുണ്ട്. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മളെ പ്രതികൾക്ക് അനുകൂലമായ സാഹചര്യം വരാതുകൊണ്ട് അവർ പരിശോധിച്ചിട്ടില്ല എന്ന് തന്നെ ബലമായി നമുക്ക് വിശ്വസിക്കാം. അതായത് ജാമ്യം പരിഗണിക്കുന്ന കോടതി സിംഗിൾ ബെഞ്ച് നടത്തുന്ന പരാമർശങ്ങൾ നേരെ തിരിച്ചാണ്. അപ്പോൾ ജാമ്യം പരിശോധിക്കുന്ന സിംഗിൾ ബെഞ്ചാണ് യഥാർത്ഥത്തിൽ ഈ കേസ് മുഴുവൻ പരിശോധിച്ചെന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം മറ്റവർ പരിശോധിക്കില്ല എന്ന് തന്നെ നമുക്ക് നിലവിലിരിക്കുന്ന നിയമ സംവിധാനം വരച്ച് അവർക്ക് പരിശോധിക്കാൻ പറ്റില്ല. രഹസ്യമായിട്ട് തോന്നില്ല, പരസ്യമായിട്ട് അവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. അത് ആധികാരികമായിട്ടൊരു കാര്യം ഞങ്ങൾ അവരെഴുതില്ല. അല്ല ശ്രീ സുഭാഷ് ബാബു, എൻ്റെ ഒരു സംശയം, കാരണം ഈ ദേവസ്വം ബെഞ്ച് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഹാൻഡ് പിക്ക് ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണം നടത്തി വിവരങ്ങൾ ആ കോടതിയെ തന്നെ അറിയിക്കുക എന്നതല്ലേ അങ്ങനെ ഒരു ഉദ്ദേശം, അതിൻ്റെ ഉദ്ദേശം അതാണല്ലോ. അപ്പോൾ ഈ പറയുന്ന സീൽ വെച്ച കവറിൽ വളരെ രഹസ്യമായി പുറത്തറിയിക്കരുത്, മാധ്യമങ്ങൾ അറിയരുത് എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായും ഉറപ്പായിട്ടും അത് ദേവസ്വം ബെഞ്ചിനെ അല്ലേ ഇത് അറിയിക്കുന്നത്? അത് ദേവസ്വം ബെഞ്ച് പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ സാങ്കത്യം എന്താണ് മനസ്സിലാവുന്നില്ല. സാങ്കത്യം കേസ് ഡയറി പരിശോധിക്കരുതെന്നാണ് പറഞ്ഞത്. കേസ് ഡയറി അവർ പരിശോധിക്കില്ല. കാരണം കേസ് ഡയറി പരിശോധിക്കാൻ പാടില്ല എന്നും കേസ് ഡയറിയിൽ നിന്ന് ദൈനംദിന അന്വേഷണത്തിന് നേരിട്ട നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് ഇല്ലീഗലാണ് എന്നാണ് നമ്മുടെ നിയമവും. അതേമാതിരി തന്നെയാണ് കോടതിയിൽ ആവർത്തിച്ച് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവ് പ്രകാരമാണ്. അതുകൊണ്ട് അന്വേഷണത്തിന് മേൽനോട്ടം വയ്ക്കുന്ന അപൂർവമായിട്ടുള്ള മേൽനോട്ടം വയ്ക്കുന്ന ഒരു കോടതിയും കേസ് ഡയറി പരിശോധിക്കാറില്ല. പരിശോധിച്ച് കഴിഞ്ഞാൽ അതേ സംബന്ധിച്ചുള്ള അത് പ്രതികൾക്ക് അനുകൂലമായിട്ട് വരും. കോടതിയാണ് ഈ അന്വേഷണം നടത്തിയത്. അതുകൊണ്ട് കോടതിയിൽ ട്രയൽ നടക്കുന്ന അവസരത്തിൽ ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ ജാമ്യം കൺസിഡർ ചെയ്യുന്ന ഇപ്പം പിന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആയാലും സെഷൻസ് കോടതി ആയാലും ഹൈക്കോടതി ആയാലും ശരി, അവർ കൃത്യമായിട്ട് ഈ കേസ് ഡയറി പരിശോധിച്ച് നോക്കിയിട്ട് പേജ് ബൈ പേജ് ഡോക്യുമെൻ്റ് ബൈ ഡോക്യുമെൻ്റ് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് എഴുതുമ്പോൾ ആ ബെഞ്ച് കോടതി എഴുതുന്നതായിരിക്കും നമുക്ക് ഏകദേശം ഈ കേസ് ഡയറിയിലുള്ള ഒരു സംക്ഷിപ്തം, അതായത് ഒരു സിനോപ്സിസ് അതായിരിക്കും. അതേപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ എടുക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ട് എഴുതണമെന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. പക്ഷേ അതും ഭംഗ്യന്തരേണ അവിടെ ഇവിടെ തൊടാത്ത മാതിരി കാര്യം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയോന്ന് ചോദിച്ചാൽ എഴുതിയില്ലയോ എന്ന് ചോദിച്ചാൽ എഴുതിയില്ലെന്ന രീതിയിൽ ഒരു ഒളിച്ചുകളി തീർച്ചയായിട്ടും ആ എഴുത്തിലുണ്ടാവും. എന്നാലും കോടതിക്ക് അത് പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ സാധിക്കും. പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ ബെയിൽ ഓർഡർ എഴുതുകയുള്ളൂ. അതിന് നമ്മൾ അവസാനം ഇപ്പോൾ സംഭവിച്ചു പോയതെന്ന് പറഞ്ഞാൽ ഈ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഒരാൾക്ക് സ്വാഭാവിക ജാമ്യം കൊടുക്കുന്ന അവസരത്തിൽ കേസ് ഡയറി കൊണ്ടുവരട്ടെ നോക്കിയതിന് ശേഷം വിധി പറയാമെന്ന് പറഞ്ഞ് മാറ്റിയത് മനസ്സിലായല്ലോ നമ്മൾ. അപ്പോൾ അതേമാതിരി ഈ ദേവസ്വം ബെഞ്ച് കേസ് ഡയറി ഞങ്ങൾ പരിശോധിച്ചു എന്ന് ഇതുവരെ എഴുതിയിട്ടില്ല, നാളെ എഴുതുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അനുഭവത്തിൽ നിന്നും നിയമത്തിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പനുസരിച്ചിട്ട് അവരത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ലീഗലായി പോകും എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണല്ലോ സ്വർണ്ണക്കൊള്ള വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആരെയൊക്കെയാണ് SIT വിളിപ്പിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട വിഷയം. കടകംപള്ളിയെ നേരത്തെ വിളിപ്പിച്ചതാണ്. കടകം മറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നടത്തിയതിൻ്റെ വിവരം ഇന്ന് പുറത്തേക്ക് വരുമ്പോൾ അടൂർ പ്രകാശിനെ ഇന്നലെ വിളിപ്പിച്ചത് അത് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് എന്നാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. ചോദ്യം ചെയ്യലല്ല, സ്റ്റേറ്റ്മെന്റ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് ഇന്നാണ് പറയുന്നത്, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നലെ ചോദ്യം ചെയ്താൽ വിളിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വരുന്ന ഇടയ്ക്ക് അദ്ദേഹം അങ്ങനെയല്ല പ്രതികരിച്ചു. ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി നൽകി എന്നുള്ളതാണ്. അപ്പോൾ അടൂർ പ്രകാശ് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ
മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ്, ആ വാർത്ത നൽകും. വിളിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതും വാർത്തയാണ്, അത് നേരത്തെ കിട്ടിയവർ ആദ്യം നൽകും. അത് ആദ്യം നൽകുന്നവർ ഇനി ഇവിടെ മാധ്യമപ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല, അത് തുടരാൻ അനുവദിക്കില്ല എന്ന രൂപത്തിലുള്ള ഭീഷണി പ്രതികരണങ്ങൾ എത്രത്തോളം ശരിയാണ്? അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. സ്മൃതി, അതിലൊരു കാര്യമുള്ളത്, അദ്ദേഹം അതിൽ പ്രകോപിതനാവാനുള്ള കാരണം അദ്ദേഹം ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ചോദ്യം ചെയ്യലെന്നോ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു. അതിന് സ്റ്റേറ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം തേടുന്നോ വിവരങ്ങൾ ആരായുന്നോ ഏത് വാക്ക് ഉപയോഗിച്ചാലും അദ്ദേഹത്തെ SIT വിളിച്ചു, അദ്ദേഹം പോയി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം, അദ്ദേഹം അതിനുശേഷം വന്ന് മാധ്യമങ്ങളെ കണ്ടു. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്ത ചില ചാനലുകളിലൂടെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഒന്നിടപെട്ട് പറഞ്ഞോട്ടെ, ഞങ്ങൾ അത് കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ റിപ്പോർട്ടർ TVയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധിക്ഷേപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇവിടെ ഉണ്ടാകില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ പൊതു നിലപാടാണോ അതോ അടൂർ പ്രകാശിന്റെ പ്രകോപിതനായിട്ടുള്ള പ്രതികരണമാണോ എന്ന്. അങ്ങീ പറഞ്ഞതുപോലെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലെന്ന് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുമിച്ചല്ല ചോദ്യം ചെയ്തെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്ത ചാനലാണ് റിപ്പോർട്ടർ TV. ഞാനാണ് ആ സമയത്ത് വായിച്ചുകൊണ്ടത്. എനിക്ക് അത് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ വാർത്ത നടക്കുന്ന ഘട്ടത്തിൽ മുഴുവൻ ഞാനാണ് വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്, ബ്രേക്കിംഗ് ന്യൂസിന്റെ സമയം. അപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ള വാർത്ത ആദ്യം കൊടുത്തത് ഞങ്ങളാണ്. അത് ആ വാർത്തയിൽ നിൽക്കുന്നു, എല്ലാ മാധ്യമങ്ങളും ആ വാർത്തയിൽ നിൽക്കുകയാണ്. പക്ഷേ വാർത്ത നൽകുന്ന മാധ്യമങ്ങളോട്, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ശക്തമായി പ്രതികരിക്കുന്നവരാണല്ലോ, ഈ ശൈലി നിങ്ങൾ അംഗീകരിക്കുന്നു? അല്ല, അതിൽ അദ്ദേഹം പ്രകോപിതനാവാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ. കാരണം അമ്പലക്കൊള്ളയുടെ പേരിൽ അകത്ത് കിടക്കുന്ന കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തു വന്ന 90 ദിവസത്തിന് ശേഷം പുറത്തു വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത വന്നതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അതിനപ്പുറത്ത് UDF അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും ചാനൽ പൂട്ടിക്കാനോ അത്തരത്തിലുള്ള ഒരു ശ്രമമൊന്നും ഇല്ല. കാരണം അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയുമല്ലല്ലോ. അപ്പൊ അതൊന്നുമല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അപ്പോഴത്തുള്ള വനവിഷമം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് അമ്പലക്കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക വിഷമം സ്വാഭാവികമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് അത്തരം ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അത്തരം വൈകാരികമായിട്ടുള്ള പ്രതികരണമായിട്ട് അത് കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഏതെങ്കിലും ചാനൽ പൊട്ടിക്കാനോ അല്ലെങ്കിൽ ചാനലിന്റെ ഓഫീസ് അടിച്ചു പൊളിക്കാനോ അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. അങ്ങനെ അതൊക്കെ അധികം അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ലല്ലോ. നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നെ അത് വേറെ രീതിയിലായിട്ട് അത് മൈൽഡായി ചിത്രങ്ങളായിട്ട് പിന്നെ അതിന്റെ പുറകെയാണ് നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയം. നമ്മൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പറയണം ഇക്കാര്യത്തിൽ. ഇവിടുത്തെ രാഷ്ട്രീയം ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടു, അത് കടത്തിയ ആളുകളെ 5-6 വർഷക്കാലം അവരെ സംരക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്നു. ആ സംരക്ഷിച്ചത് കേരളത്തിലെ LDF സർക്കാരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ മുഴുവൻ തോന്നിവാസങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് അതിനുശേഷം വീണ്ടും അവരെ തന്നെ ഇത്തരം പരിപാടികൾ ഏൽപ്പിക്കുന്ന നിലപാടുണ്ടായി. ഹൈക്കോടതി കയ്യോടെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അതിൽ നമ്മൾ രാഷ്ട്രീയം പറയും. അതിനപ്പുറത്ത് ഇത്തരം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറുമെന്നാണ് നമ്മുടെ ഒരു ടേക്ക്. പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് നോക്കൂ, സ്വർണ്ണക്കൊള്ളയുമായി ഈ നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് SIT കരുതുന്നതായി നമ്മൾക്കാർക്കും അങ്ങനെ സൂചനകളില്ല. ഈ പറയുന്ന കടകംപള്ളിക്കുമില്ല, ഈ പറയുന്ന അടൂർ പ്രകാശനുമില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ തെളിവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു തെളിവില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തൊക്കെയോ ഇടപാടുകളുണ്ട്, എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ പല രൂപത്തിലുള്ള ബിസിനസ്സുകളുണ്ട് എന്നുള്ള കേൾക്കുന്നു. അങ്ങനെ ഒരു അവിശുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയുമായി ഈ നേതാക്കൾക്ക് എന്താണെന്ന് കാര്യം എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പലയിടത്തായി കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന കടകംപള്ളി വീട്ടിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പലതവണ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതേപോലെയാണ് അടൂർ പ്രകാശിന്റെ കാര്യത്തിലും. അടൂർ പ്രകാശും കണ്ട കാര്യത്തിൽ ആദ്യം പറഞ്ഞ എന്താണ്, എൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള ഒരു പരിചയം മാത്രമെന്നാണ്. അങ്ങനെ ഒരു വെറും പരിചയമല്ല എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ, ഫോട്ടോകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്. അങ്ങനെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ പോയപ്പോഴാണ് ഈ പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഗോവർദ്ധൻ അടക്കമുള്ള അവരെ പരിചയപ്പെടുത്തിയപ്പോൾ അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നാണ് പറയുന്നത്. ഈ രൂപത്തിൽ മാറ്റി പറയുമ്പോൾ ഇതെല്ലാം ജനം കാണുകയല്ലേ. ആത്യന്തികമായി ജനങ്ങളോടാണല്ലോ ഉത്തരവാദിത്തം. അതിൽ ഒരു വ്യക്തത കുറവില്ലേ പ്രതികരണങ്ങളിൽ?
അല്ല, സ്മൃതി പറഞ്ഞ കാര്യത്തിൽ ഇത് ജനങ്ങളോട് തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടത്. ജനങ്ങളോടും ശബരിമല ശാസ്താവിന്റെ വിശ്വാസികളോടും ഒക്കെ നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. ഇവിടെയുള്ള പ്രശ്നം ഇത്രയും വർഷം പഴക്കമുള്ള കേസുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർമ്മക്കുറവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ മനുഷ്യ സഹജമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് വല്ലാത്ത രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അറിയാതെ അത് മൂടി വയ്ക്കുകയും ചെയ്യുന്നത് അതിലൊരു പക്ഷപാതിത്വം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അടൂർ പ്രകാശിന് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് ശബരിമലയിലോ മറ്റേതെങ്കിലും കാര്യത്തിൽ ഭരണപരമായി ഇടപെടൽ നടത്താൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുള്ള ഒപ്പമുള്ള ചിത്രം വന്നതിന്റെ പേരിൽ, ആരുടെ ഒപ്പമുള്ള ചിത്രം വന്നതിന്റെ പേരിൽ അയാൾ ഒരു കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിവരങ്ങൾ വരുന്നത് വരെ, ആ ചിത്രങ്ങൾ വരുന്നതിന്റെ പേരിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് കേരളത്തിലെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും പിന്നീട് അവർ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ ടൂറിസം മന്ത്രിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അന്ന് UDF എടുത്ത നിലപാടെന്താ, പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടെന്താ? അതിൽ മുഹമ്മദ് റിയാസിനെ കൂട്ടിക്കെട്ടാൻ പാടില്ല. ഒരാൾ കുറ്റവാളിയാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അറിയുന്നത് വരെ അയാൾ പലരോടൊപ്പം നിന്ന് ചിത്രമെടുക്കും. ആ ചിത്രങ്ങൾ എടുത്തതിന്റെ പേരിൽ, ഇന്നത്തെ കാലത്ത് ചിത്രങ്ങൾ എടുക്കുന്നതിന്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ് UDFന്റെ ടേക്ക്. പക്ഷേ ഈ LDF സർക്കാരിന് അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ് എന്ന്. അത് 2019 ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ചുകൊണ്ട് അതിനുശേഷവും അത്തരം ക്രയവിക്രയങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് ഈ സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് കടകംപള്ളിയെ വിളിക്കുന്നതും അടൂർ പ്രകാശിനെ വിളിക്കുന്നതും രണ്ട് രീതിയിൽ കാണണമെന്ന് പറയുന്നത്. കടകംപള്ളി ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ഇടപെടൽ നടത്താൻ, ഭരണപരമായി ഇടപെടൽ നടത്താൻ സൗകര്യവും എല്ലാ സാന്നിധ്യവും ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ അടൂർ പ്രകാശിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരാളല്ല. ഒരാൾ ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന അധികാരവും ഭരണവും ഇല്ലാത്ത ഒരാൾ. ഇനി അത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കട്ടുകടത്തിയെന്ന്, ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയെന്ന് അറിയാവുന്നത് ദേവസ്വം വകുപ്പിന്, ദേവസ്വം ബോർഡിന്, ദേവസ്വം വിജിലൻസിനൊക്കെയാണ് അല്ലേ? അത് നമ്മുടെ മുമ്പിൽ വരാതെ 5-6 വർഷക്കാലം മൂടി വെച്ചവരാരാ? LDF സർക്കാരാണ്. ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊക്കെ എത്രയോ എളുപ്പത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താമായിരുന്നു. തൊണ്ടി മുതൽ എളുപ്പത്തിൽ കണ്ടെത്താമായിരുന്നു. അപ്പൊ അങ്ങനെ മൂടി വെച്ചു, സംരക്ഷിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. അതിനപ്പുറത്ത് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രത്തിൽ ചോദ്യം ചെയ്തോ, ഞങ്ങൾക്കൊരു തർക്കമില്ല. അതേപോലെ തന്നെ രാജു എബ്രഹാമിന്റെയും കടകംപള്ളിയുടെയും ഓരോരുത്തരെയും കാര്യങ്ങൾ ചോദ്യം ചെയ്യാം. പക്ഷെ ഈ ചോദ്യം ചെയ്യുന്നത് നമ്മൾ അതിനെ ഒരു നിസാര രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാതെ അതിനപ്പുറത്ത് ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഹൈക്കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. SITയിലെ ഉദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ SITയുടെ ഉദ്യോഗസ്ഥർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രഷറുകൾക്ക് വഴങ്ങി എന്നുള്ളത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ടേക്കാണ്. അത് പല ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ, ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെയും സിംഗിൾ ബെഞ്ചിന്റെയും നിരീക്ഷണങ്ങൾ തന്നെ നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയും ദേവസ്വം SITയും വിശ്വാസമുണ്ട് എന്ന് പറയുന്ന LDF അവർ വിശ്വാസത്തിലെടുക്കുന്ന ഹൈക്കോടതി റിമാൻഡ് ചെയ്ത പത്മകുമാറിനെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നു, വാസുവിനെ സംരക്ഷിക്കുന്നു, ശങ്കർദാസിനെ സംരക്ഷിക്കുന്നു. എന്നിട്ട് പറയാൻ ഞങ്ങൾക്ക് SITയെയും വിശ്വാസമുണ്ടെന്ന്. അതിലാണ് ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. അതിനപ്പുറത്ത് ഞങ്ങൾ ഈ കാര്യം തന്നെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഏത് വിഷയം ചോദിച്ചാലും ഞങ്ങൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണല്ലോ. ഞങ്ങൾ വന്ന് സംസാരിക്കുന്നു. ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു മറുപടിയും പറയാൻ മടിക്കുന്നില്ല. ഞങ്ങളെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാം, ഞങ്ങളോടും ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് സഖാക്കന്മാരാണ്. അതുകൊണ്ടാണ് ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കടത്തിയത് സഖാക്കന്മാരാണെന്ന് ഞങ്ങൾ പാട്ട് പാടുന്നത്. അതിനപ്പുറത്ത് പുതിയ വിവരങ്ങളുണ്ടോ, രേഖകളുണ്ടോ പുറത്തുവിടട്ടെ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ, ദേവസ്വം വകുപ്പിന്റെ മുമ്പിലൊക്കെ ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവരത് സംരക്ഷിച്ചത് അടൂർ പ്രകാശിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ വിചാരിക്കുന്നില്ല പിണറായി വിജയൻ സർക്കാരിന് അടൂർ പ്രകാശിനോട് പ്രത്യേക എന്തെങ്കിലും താല്പര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ അത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ദുഷ്ടലാക്കാണ്. സഖാക്കന്മാരെ അതിന്റെ ആ ആരോപണത്തിന്റെ ഓരം പറ്റിച്ച് മറച്ചു കടത്തി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതിനോട് അങ്ങ് ആദ്യം ഒന്ന് പ്രതികരിക്കണം. കാരണം കേസ് ഡയറി ദേവസ്വം ബെഞ്ച് പരിശോധിക്കില്ല. അങ്ങ് എല്ലാ ഘട്ടങ്ങളിലും CPM പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ചാണല്ലോ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. അവർ പറയുന്നു SITക്ക് ഒരു പിഴവുമില്ല, SIT നന്നായി മുന്നോട്ട് പോകുന്നു, ഒരു ഇടപെടലുമില്ല എന്ന്. അതാണ് അന്തിമമായ വാക്യം, അതാണ് അവസാനമായി എടുക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിംഗിൾ ബെഞ്ചാണ്, ഈ ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചാണ് കേസ് ഡയറി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ SIT എങ്ങനെയൊക്കെ നീങ്ങി, എന്തൊക്കെ പാളിച്ച പറ്റിയെന്ന് കൃത്യമായി അറിയാവുന്നത് സിംഗിൾ ബെഞ്ചിനാണ് എന്ന വാദത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്, ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് 4 പോയിന്റ് പറയാനുണ്ട്, ഇടപെടരുത്. ഒന്ന്, ആദ്യം താങ്കൾ പറഞ്ഞ കാര്യമാണ്. 2004 പോറ്റി ശബരിമലയിൽ എത്തിയതെന്നും
2006 വരെ അദ്ദേഹം തുടർന്നു എന്നും ആധികാരികമായി തെളിയിക്കുന്ന നിരവധി തെളിവുകൾ പൊതുസമൂഹത്തിലുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞു 2007 മാതൃഭൂമി ദിനപത്രത്തിൽ പുറകിലെങ്ങോ പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് 2007 എന്ന്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, 2007 മുമ്പ് പോറ്റി വന്നിട്ടില്ല, ആ ഒരു ചിത്രം കണ്ട ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം കൊണ്ട് അന്നാണ് വന്നതെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവോ വാർത്തയോ നിങ്ങൾക്ക് പ്രക്ഷേപണം ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോഴും ഞാൻ താങ്കളോട് വീണ്ടും ചോദിക്കുകയാണ്, 2007 പോറ്റി ശബരിമലയിൽ വന്നത് എന്ന് താങ്കൾ ആധികാരികമായി പറയുന്നതിനെ വസ്തുതീകരിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് താങ്കൾ പുറത്തുവിടണം. 2, കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി എല്ലാ ചർച്ചയിലും വന്ന് പറയുകയാണ് 2019 ദ്വാരപാലക ശില്പത്തിന്റെ അവിടെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിജിലൻസ് റിപ്പോർട്ട് മറച്ചുവെച്ചു. LDF ഗവൺമെന്റ് ആണ് മറച്ചുവെച്ചത്. അങ്ങനെ മറച്ചുവെച്ചില്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്കിത് കണ്ടെത്താമായിരുന്നല്ലോ. മിസ്റ്റർ ജിൻഡോ ജോൺ, ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ശബരിമലയുടെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് ഗവൺമെന്റോ വിജിലൻസോ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖ താങ്കൾ പുറത്തുവിടണം. ഈ ചാനലിലൂടെ അത് കാണിക്കണം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അയച്ചു തരണം. അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ പരിപാടി ഇവിടെ നിർത്താം. കാരണം കേരള ഹൈക്കോടതിയുടെ സർവൈലൻസിലാണ് മുഴുവൻ ശബരിമലയുടെ വിജിലൻസിന്റെ പ്രവർത്തനം നടക്കുന്നത്. 6 കൊല്ലം അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പിഴവാണ്, കോടതിയുടെ കൂടി കണ്ടെത്തലിന്റെ പിഴവാണ്. അത് പൊതുസമൂഹം അറിയണം. മറ്റൊന്ന്, തൊണ്ടി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ കേസ് വെറുതെ വിടും എന്ന് തുടർച്ചയായ ചർച്ചകളിൽ നിങ്ങൾ എല്ലാ ആങ്കർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ടി കിട്ടിയിട്ടില്ല എന്നത് ആ കേസ് ഒരിക്കലും വെറുതെ വിടില്ല. കാരണം ഇവിടെ കൃത്യമായി സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി, അതിന് മകസറുണ്ട്, രേഖയുണ്ട്, കൊണ്ടുപോയ അളവുണ്ട്. അത് കൃത്യമായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി, അവിടെ അളവുണ്ട്, രേഖയുണ്ട്, മകസറുണ്ട്. തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ ഇത്ര അളവ് കുറവുണ്ട്, മകസറുണ്ട്, രേഖയുണ്ട്. അതിൽ ബെല്ലാരി ഗോവർദ്ധന സ്വർണ്ണ വ്യാപാരിയുടെ റോളുണ്ട്, പങ്കജ് ഭണ്ഡാരിയുടെ റോളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉരുക്കി ഉരുപ്പടിയാക്കി പലരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ തൊണ്ടിയില്ല എന്നുള്ളത് ഒരു കേസ് വെറുതെ വിടുന്ന ഒരു ഘടകമല്ല. ഇപ്പൊ ഷാജി എന്ന് പറയുന്ന ഡിവൈഎസ്പിയുടെ ഒരു കൊലക്കേസ് ഉണ്ടല്ലോ, ഒരു ശവശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ച് പല സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചു. ആ ബോഡി കിട്ടിയില്ല, ഒരു പീസ് പോലും കിട്ടിയില്ല. ജീവപര്യന്തം തടവ് കഴിഞ്ഞ് 20 കൊല്ലമായിട്ട് ഇപ്പൊ ജയിലിലാണ്. അതായത് തൊണ്ടി എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു തെളിവാണെങ്കിലും അത് കിട്ടിയില്ല എന്ന് വെച്ച് തെളിവുകൾ ഉള്ളിടത്തോളം കാലം ക്രിമിനൽ കേസ് വെറുതെ വിടില്ല. മറ്റൊരു കാര്യം, നെടുമ്പറമ്പിൽ ചിറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന കാര്യമാണ്. ഇപ്പൊ ആന്റണി 2 കോടി രൂപയാണ് 2019 ഈ ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED സംശയിച്ച് ചോദ്യം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചത്. പൈസയായിട്ട് കൈമാറ്റം ചെയ്യാവുന്നത് 20,000 രൂപയാണ്. ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാവുന്നത് 2 ലക്ഷം രൂപയാണ് ആദായ നികുതി വകുപ്പ് നിയമപ്രകാരം. ആ സമയത്ത് കൃത്യമായി ഇതിലെ ഏറ്റവും വലിയ പ്രതിയായിട്ടുള്ള തന്ത്രി കൊണ്ടുപോയി കോടികൾ നിക്ഷേപിച്ച സ്ഥാപനത്തിൽ നിന്ന് 2 കോടി രൂപ ഒരു UDFന്റെ MP കൈപ്പറ്റിയിരിക്കുന്നു. അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. തെളിവില്ല കേട്ടോ, അതൊരു ആരോപണമാണ്. പൈസ തന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടില്ല, പൈസ എത്ര പറഞ്ഞിട്ടില്ല. കണ്ടെത്തിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥാപനമായിട്ട് ബന്ധമുണ്ട്, പൈസ വാങ്ങിയിട്ടുണ്ട്, കൊടുത്തു എന്ന് പറയുന്ന ആള് വാങ്ങി എന്ന് സമ്മതിക്കുന്നു. അന്വേഷിക്കട്ടെ. ഇതെന്തായാലും തന്ത്രിയുടെ കള്ളപ്പണം നിക്ഷേപിച്ച ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു, ആ അക്കൗണ്ടിലുള്ള പണം തന്നെ കൊടുത്തു എന്ന് പറയുന്നു. അതിൽ അത്ര കിട്ടിയില്ലെങ്കിലും കുറച്ച് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു. തന്ത്രിക്ക് അവിടെ ബാങ്കിൽ നിക്ഷേപമില്ല എന്നാണ് പറയുന്നത്, തന്ത്രിയെ ഒരു പരിചയമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ മാത്രം എടുക്കുക, ചിലത് കളയുക എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ. ഒറ്റ മിനിറ്റ്, നെടുമ്പറമ്പിൽ ചിറ്റ്സ്, ഒറ്റ ചോദിക്കട്ടെ. ഈ സാധാരണക്കാരായ പട്ടിണിപ്പാവ കർഷകരുടെ വേർപ്പിന്റെ തുകയായിട്ട് നെടുപ്പറമ്പിൽ ചിറ്റ്സിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയിട്ടാണല്ലോ ഈ ചിറ്റ്സിന്റെ ഉടമ ജയിലിൽ പോയത്. ആ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്ന ആളായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിയത് ഗൗരവമായി ചർച്ച ചെയ്യട്ടെ. അതും കൂടി പറയണം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടി പരിശോധിക്കും. കേരള കോൺഗ്രസ് എം ആണ്. ഈ 1 മണിക്കൂർ നിൽക്കുന്ന ചർച്ചയിൽ എന്തു പശ്ചാത്തലം ആയിക്കോട്ടെ, അന്വേഷിച്ചോട്ടെ. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കോടികൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത് തട്ടിയെടുത്ത കേസ് പോലും ഒരു വരി പോലും അങ്ങ് സ്പർശിച്ചിട്ടില്ല. ഞാൻ അതിലേക്ക് വരുമല്ലോ, എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എല്ലാം ഒറ്റത്തവണയാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങയോട് ഒറ്റത്തവണയാണ് എല്ലാം ചോദിക്കുന്നത് അരുൺ, അങ്ങനെയല്ലല്ലോ. ഞാൻ എന്റെ ക്യാപ്ഷനിൽ, എന്റെ ചോദ്യങ്ങളിൽ, എന്റെ കാർഡിലൊക്കെ ഉണ്ട് ആന്റണി, അത് വിട്ടുപോകില്ല. അങ്ങ് ചോദിച്ചോളൂ, ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് ഒറ്റ സമയോടെ മതി. താങ്കൾ ചോദിച്ചല്ലോ, കുറച്ച് റിട്ടയർഡ് SP മാരും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്.
എന്നിട്ട് അവർ പറയുന്നത് കേസ് ഡയറി പരിശോധിക്കുന്നില്ല. ഇവരെങ്ങനെ അറിഞ്ഞു കേസ് ഡയറി പരിശോധിക്കുന്നില്ലെന്ന്? ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, സീൽഡ് കവറിൽ കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടത്തിയ അന്വേഷണം കൃത്യമായി എഴുതി കൊടുത്ത് അത് ബോധ്യപ്പെട്ടിട്ടാണ് ഇന്ന മേഖല അന്വേഷിക്കണമെന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതിയാണ് ഹൈക്കോടതി. അതിന്റെ ഏറ്റവും വലിയ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ച് 11 തവണ മോണിറ്റർ ചെയ്ത് ഇടക്കാല ഉത്തരവ് പാസാക്കി. കോടതിയുടെ മോണിറ്ററിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 11 തവണ 3.5 മാസത്തിനുള്ളിൽ കൃത്യമായി പരിശോധിച്ച് നടത്തിയ അന്വേഷണം, നടത്താൻ പോകുന്ന അന്വേഷണത്തെ പരിശോധിച്ച് ഞങ്ങൾ തൃപ്തരാണ്, ഈ വഴിയിലൂടെ തന്നെ പോകണം, ആരുടെയും സമ്മർദ്ദത്തിൽ വഴങ്ങരുത്, നല്ല രീതിയിൽ വളരെ വ്യക്തമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ CBI അന്വേഷണം വേണ്ട, ഇന്ത്യയിലെ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറയുന്ന ഒരു അന്വേഷണത്തെയാണ് ആ റിട്ടയർമെന്റ് കാലാവധിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടെങ്കിലും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് എത്രത്തോളം ശരിയാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? നമുക്ക് ഓരോരുത്തരും അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞോളൂ. റിട്ടയർ ആയി എന്നുള്ളത് ഒരു പോരായ്മ അങ്ങ് പറയാതിരിക്കും. എല്ലാവരും റിട്ടയർ ആകുമല്ലോ. നോക്കൂ, നമ്മൾക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്ന അഭിപ്രായത്തെ വിമർശിക്കാം, പക്ഷേ അവരുടെ പൊസിഷനെയൊക്കെ പരിഹസിക്കുന്നത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ കോടതി പരിശോധിച്ചിട്ടില്ല എന്നല്ല, അങ്ങനെ ഒരു ചട്ടമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു വിധിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേസ് ഡയറി പരിശോധിച്ചുകൂടാ എന്നൊരു വിധിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലേ ശ്രീ സുഭാഷ് ബാബു? അങ്ങനെയല്ലേ? ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രീ സുഭാഷ് ബാബു അങ്ങനെയല്ലേ അങ്ങ് പറഞ്ഞത്? അറിയാവുന്ന കാര്യമാണ്. ശരി, അത് അങ്ങ് രാഷ്ട്രീയമായിട്ട് മറുപടി പറയുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് പറയൂ അരുൺകുമാർ, പറഞ്ഞോളൂ. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ആരോട് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അറിയുന്ന ആളുകളോട് ആരോടെങ്കിലും ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് പറയും. അത് യാതൊരു സംശയം വേണ്ട. ഇതുവരെ രാഷ്ട്രീയ താല്പര്യത്തിന് പറഞ്ഞാലും ഞാനിതൊന്നും ബാധ്യമല്ല. ഇനി അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് കോഴിക്കോടുകാർ, അവരോടൊന്ന് ചോദിക്ക്, ഞാൻ വിവരം കെട്ടവനാണോ അല്ല പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൈപ്പിടി എടുക്കുന്നതാണോ അതോ അവരുടെ പാർട്ടിക്ക് വേണ്ടി എത്ര കേസ് അന്വേഷിച്ചു എന്ന് അദ്ദേഹം ചോദിക്കട്ടെ. വിവരമില്ലാണ്ട് വന്നിട്ട് അത് വിവരക്കേട് കളിച്ചിട്ട് ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് തന്റെ പാർട്ടിയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് വെച്ചോളാം. പക്ഷേ എന്റെ മണ്ടേ കയറാൻ വേണ്ട, അത് കയ്യിലിരിക്കട്ടെ. ശരി, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞോളൂ. അത് കയ്യിലിരുന്നാൽ മതി. അത് എന്റെ അടുത്ത് വേണ്ട. ഇപ്പോ ഒരാളുടെ പൊസിഷനോ വ്യക്തിത്വമോ വെച്ച് ആരാ പറഞ്ഞത്? സ്മൃതി എന്തി ഇടപെടാത്തത്? ഞാൻ വിവരമില്ലാതെ വന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. അങ്ങനെ വരണ്ടു പോകുന്നില്ല, അങ്ങനെ വരണ്ടു പോകുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹം അത് പരിശോധിക്കട്ടെ. അങ്ങയുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. ഇപ്പൊ എന്റെ സമയം ഞാൻ പറയാം, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ മര്യാദ കാണിച്ചു. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു മോണിറ്ററിംഗ് ഒരു കോടതി നടത്തുന്നുണ്ടെങ്കിൽ A-Z ആണ് മോണിറ്ററിംഗ് നടത്തുന്നത്. അത് കൃത്യമായി പരിശോധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആധികാരികമായി പറഞ്ഞ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് ശരി എന്ന് കൃത്യതയോടെ വ്യക്തതയോടെ പറയുമ്പോൾ ഇവർക്കൊന്നും സഹിക്കുന്നില്ല. കാരണം എന്നും ചാനൽ ചർച്ചയിൽ വന്ന് ഇവർ കുറെ പറയുന്നുണ്ട് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വെച്ചുകൊണ്ട്. അതൊക്കെ കയ്യിലിരുന്നാൽ മതി. അന്വേഷണം ശക്തമായിട്ട് പോകട്ടെ, ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്തോട്ടെ, പ്രതിപട്ടികയിലാക്കുന്നവരെ പ്രതിപട്ടികയിലാക്കിക്കോട്ടെ, റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോട്ടെ. സാങ്കേതിക മികവോടുകൂടി ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. എന്നിട്ട് പറയാണ് ഡിവിഷൻ ബെഞ്ച് ഇതൊന്നും നോക്കുന്നില്ല. ഒന്നും ചോദിച്ചോട്ടെ മിസ്റ്റർ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അതുവരെ നടത്തിയ അന്വേഷണം തന്നെയാണ് റിപ്പോർട്ട്. സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്താണ് വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ബെഞ്ച് എന്റെ വേർഷൻ പറയുമ്പോൾ മാത്രമേ ഇടപെടൂ. ചോദ്യമാണ് കണവണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞാണല്ലോ. താങ്കൾ കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ കേൾക്ക്. പറയൂ. താങ്കൾക്ക് കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ കേൾക്ക്. പറയൂ. ഇവിടെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ നടത്തിയ അന്വേഷണം A-Z, ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരിട്ടെത്തി അടച്ചിട്ട കോടതിയിൽ വെച്ച് കൃത്യമായി വിശദീകരിക്കുന്നു. അതിൽ നിന്ന് ജഡ്ജിമാർ ബോധ്യപ്പെടുന്നു. അതുവരെയുള്ള റിട്ടേൺ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം എന്തൊക്കെ മേഖലയിലേക്ക് അന്വേഷണം പോകുന്നു. എന്നാൽ ഈ അന്വേഷണത്തിൽ എവിടെയെങ്കിലും പിഴവുണ്ട്. താങ്കൾ ആദ്യം ഉപയോഗിച്ചൊരു വാക്കാണ് ഇഴഞ്ഞു പിരിഞ്ഞ് നടക്കുന്ന അന്വേഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞു പിരിഞ്ഞ്. ഏത് മേഖലയിലാണ് വീഴ്ച എന്ന് ഇവർ പറയട്ടെ. ഈ അന്വേഷണത്തിൽ എവിടെയാണ് വീഴ്ച? ഒരു വരി പറയട്ടെ. നോക്കൂ, ആളുകൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? കുറ്റപത്രം സമർപ്പിക്കാത്തോണ്ടാണ്. കുറ്റപത്രം വൈകുന്നത് എന്തുകൊണ്ടാണ്? തൊണ്ടി കിട്ടാത്തോണ്ടാണ്. ഒറ്റ മിനിറ്റ് ചോദിച്ചോട്ടെ. അല്ല, ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടോ? ഈ പരിപാടി പ്രാക്ടീസ് നിർത്തിയേക്കാം. ഒന്നാം പ്രതി ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ,
എല്ലാ പ്രതികളും അറിയും. അതാണ് വേണ്ടത് അല്ലേ? ഹൈക്കോടതി എന്താ പറഞ്ഞെന്നറിയോ? 90 ദിവസം കഴിഞ്ഞാലും സ്വാഭാവിക ജാമ്യം ലഭിക്കും. അതുകൊണ്ട് ഈ കേസിന് എന്തെങ്കിലും തകരാറ് പറ്റുമെന്നോ കേസിനെ സ്വാധീനിക്കുമെന്നോ പറയാൻ കഴിയില്ല. കാണുന്നുണ്ട് എല്ലാ കോടതിയിൽ വിധികളും എല്ലാ കോടതിയിൽ പരാമർശങ്ങളും നിങ്ങൾക്ക് അങ്ങനെയല്ല. ചില പരാമർശങ്ങൾ മാത്രം നിങ്ങൾക്ക് അത്രയ്ക്കും അംഗീകരിക്കാവുന്നതും ഓരോ വരിയും അങ്ങനെ അല്ല, അങ്ങനെയാണ്. ഈ കാര്യം മാത്രമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുകൾ വരുന്ന ഘട്ടത്തിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം വരുന്നത്. ഇത് നിരീക്ഷിക്കുന്ന കേസുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിയായിക്കോട്ടെ, തിരിച്ചെത്താം. ചോദ്യം വന്നാലും ഇത് സത്യസന്ധമായിട്ട് അന്വേഷണം പോകണം. ശരി, സത്യസന്ധമായി എത്രയെങ്കിലും കാലം എടുത്തിട്ടല്ല, വേഗത്തിൽ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാ തെളിവും നശിപ്പിക്കപ്പെടുമെന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ശ്രീ അരുൺകുമാർ. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ആന്റണിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണം, ഇപ്പോൾ ആന്റണി SIT വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും വിളിച്ച ആദ്യ നേതാവായി അടൂർ പ്രകാശ് വരുന്നു. രണ്ടാമത്തെ നേതാവായി ആന്റണി എത്താൻ സാധ്യതയുണ്ടോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയാണ്, വിവരങ്ങളാണ്, സൂചനകളാണ് കിട്ടുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അരുൺകുമാർ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളൂ. അരുൺകുമാർ പറഞ്ഞു ശബരിമലയിലെ ഗോൾഡ് പ്ലേറ്റിംഗിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോയത് ശരിയാണോ? ചട്ടം ലംഘിച്ചല്ലേ? അപ്പൊ അതിൽ നിങ്ങൾ നടപടിയെടുത്തോ? ഇല്ല. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറവുണ്ട്, മഹസർ രേഖപ്പെടുത്തിയപ്പോൾ കുറവുണ്ട്. ഇത് കണ്ടെത്തിയിട്ട് ദേവസ്വം ബോർഡോ ദേവസ്വം വകുപ്പോ എന്തെങ്കിലും നടപടിയെടുത്തില്ല. ഈ റിപ്പോർട്ടുകളൊക്കെ 5-6 വർഷക്കാലം മൂടിവെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞു വിജിലൻസ് റിപ്പോർട്ട് മൂഴ്ത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളുണ്ടോന്ന്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മുക്കാൻ ഇനി പറ്റില്ല എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV വിജയകുമാറും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ വർഷവും ഓരോ വർഷവും 4 മാസം കൂടുമ്പോൾ റിപ്പോർട്ട് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് കോടതി വർഷത്തിൽ 4 പ്രാവശ്യം റിപ്പോർട്ട് കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുക. ഇനി വിജിലൻസ് റിപ്പോർട്ട് മുക്കാൻ പറ്റില്ല. നിങ്ങൾ 6ഓളം വിജിലൻസ് റിപ്പോർട്ട് നിങ്ങളുടെ കാലത്ത് മുക്കിയതായിട്ട് വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വേണമെങ്കിൽ തരാം. അത് മാത്രമല്ലെന്നേ, ശബരിമലയിലെ ഗോൾഡ് പുറത്തേക്ക് കൊണ്ടുപോയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തപ്പോൾ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് നടപടിയെടുത്തു? പത്മകുമാറല്ലേ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത്? നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇതിനൊന്നും ഉത്തരവാദിത്തം പറയാതെ നിങ്ങളിങ്ങ് വലിയ കഥ പറഞ്ഞുകൊണ്ട് പോവുക. അതവിടെ നിൽക്കട്ടെ. ഇനി തന്ത്രിയുടെ കള്ളപ്പണമാണെന്ന് നിങ്ങൾക്ക് എന്താ വിവരം കിട്ടിയത്? തന്ത്രിയുടെ കള്ളപ്പണം ഈ ബാങ്കിലാണ് നിക്ഷേപിച്ചതെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? ഇനി തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്ന ബാങ്ക് മുതലാളി എന്ന് പറഞ്ഞു. അതാരാ? LDFന്റെ നേതാവാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ആന്റണിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അത് അവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ്. ആ തർക്കം തീർക്കാൻ കഴിയുന്ന ഈ രാജ്യത്തെ കോടതികളും പോലീസ് സ്റ്റേഷനിലും ഒന്നും ആശ്രയിക്കാതെ, ഈ രാജ്യത്തെ ആഭ്യന്തര വകുപ്പിന് വിശ്വസിക്കാതെ പത്രക്കാരോട് വന്ന് പറയുന്നതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനപ്പുറം അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആന്റണി കൊടുക്കാനുണ്ടെങ്കിൽ അത് അവർ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ ഈ ശബരിമല വിഷയം വരുമ്പോൾ മാത്രം പുറത്തു പറയേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അപ്പുറത്ത് ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിക്കോ, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആരിൽ നിന്നും വിവരങ്ങൾ ആരായിട്ടെ എന്താ തർക്കമുള്ളത്? പക്ഷെ ഒരു കാര്യമുണ്ട് സ്മൃതി, ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് നമ്മൾ എത്രയോ ദിവസം കഴിഞ്ഞറിഞ്ഞത്. കടകംപള്ളി മറുപടി കൊടുത്തത് നമ്മൾ എത്രയോ ദിവസം കഴിഞ്ഞറിഞ്ഞത്. അപ്പൊ ആന്റണി ആയാലും അടുത്ത തവണ കിട്ടിയില്ല, ശരിയാണ്. അല്ല, വീണ്ടും വിളിപ്പിച്ചോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വീണ്ടും വിളിപ്പിക്കണം. എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിപ്പിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആന്റണി അല്ല ദേവസ്വം ബോർഡിന്റെ മന്ത്രി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ നേതൃത്വത്തിൽ കടത്തി കൊണ്ടുപോയി വിറ്റു എന്ന് പറയുമ്പോ ആ സമയത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ പേര് YN വാസവൻ എന്നാണ്. ആന്റണി അടൂർ പ്രകാശും ദേവസ്വം വകുപ്പ് മന്ത്രിമാരായിരുന്നില്ല. ഇവർക്ക് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളുമായിരുന്നില്ല. അപ്പോൾ ഇവരുടെ സഖാക്കന്മാർ, ഇനി അടൂർ പ്രകാശും ആന്റണിയുമാണ് കുഴപ്പക്കാരെങ്കിൽ പത്മകുമാറും വാസുവും ഒക്കെ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? അതിനുള്ളൊരു ഉത്തരം പറയും നിങ്ങൾ. അതിനുള്ളൊരു ഉത്തരവില്ലാത്ത അരുൺകുമാർ വലിയ കഥയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ സഖാക്കന്മാരല്ലേ ജയിലിൽ കിടക്കുന്നത്? സ്വർണം കട്ട കേസിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഹൈക്കോടതിയല്ലേ റിമാൻഡ് ചെയ്തത്? നിങ്ങൾക്ക് വിശ്വാസമുള്ള SIT അല്ലേ അവന്മാരെ പിടിച്ച് ജയിലിൽ കൊടുത്തിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ അതിനുള്ള നടപടി എടുത്തിട്ട് നിങ്ങൾ വലിയ വർത്താനം പറയും. അത് കഴിഞ്ഞിട്ട് ഗിരിപ്രഭാഷണമാവാം. ശരി, ശ്രീ രാജഗോപാലിലേക്ക് അവസാനമായി. ശ്രീ രാജഗോപാൽ, ഈ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോൾ കൂടുതൽ നേതാക്കളെ വിളിപ്പിക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് മുഴുവൻ തെളിവുകൾ ലഭിച്ചുകൊണ്ട് ഒരു കോൺക്രീറ്റ് ആയ കുറ്റപത്രം ഉടൻ സമർപ്പിക്കപ്പെടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്മൃതി, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട SP സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം എടുത്തുകൊണ്ട് പോയിരിക്കുന്ന പോറ്റിയുടെ നേതൃത്വത്തിലാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വർണം കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹായികളായ രമേഷ് റാവു എന്നൊരു സഹായിയുണ്ട്,
അതേപോലെ തന്നെയാണ് അനന്ത സുബ്രഹ്മണ്യൻ. ഇവർ രണ്ടുപേരുമാണ് ഈ പാളികൾ കൊണ്ടുപോയിരിക്കുന്നത്. കൊണ്ടുപോയ ശേഷം ഇത് ഹൈദരാബാദിലേക്കാണ് പോയത്. ഹൈദരാബാദിലേക്കാണ് ഈ പാളികൾ പോകുന്നത്. 39 ദിവസം കഴിഞ്ഞിട്ടാണത് സ്മാർട്ട് ക്രിയേഷൻസിൽ വരുന്നത്. അവിടെ വന്ന ശേഷം പിന്നീട് നാഗേഷ് എന്നൊരാളാണ് ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പം 4 പ്രതികളായി. ഈ 4 പേർക്കറിയാം ഈ സ്വർണത്തിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്നുള്ളത്. ഈ സ്വർണ്ണം എങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്, എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് 4 പേർക്കറിയാം, കൃത്യമായിട്ട് അറിയാമത്. പിന്നീട് ഇതിനകത്ത് സംശയത്തിൽ വരാവുന്ന 2 ആളുകൾ എന്ന് പറയുന്നത് ഈ ഗോവർദ്ധനാണ്, സ്വർണം വാങ്ങിച്ച ഗോവർദ്ധനും. പിന്നീട് വന്നത് സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരി. അങ്ങനെ 4 6 പേര്. ഈ 6 പേർക്കറിയാം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത്. ഈ 6 പേരും ഇവർ ചോദ്യം ചെയ്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? SIT തീർച്ചയായിട്ടും ചോദ്യം ചെയ്ത് കാണും. അതിൽ 2 പേര് ഇപ്പൊ തന്നെ ജയിലിലാണ്, 2 അല്ല 3 പോറ്റി പുറത്തിറങ്ങി എന്നുള്ളതേ ഉള്ളൂ. മറ്റ് 3 പേരെയാണ്, അവരെയാണ് നമ്മളിനി കണ്ടെത്താനുള്ളത്. ഈ പറയുന്ന നാഗേഷിനെയും അതേപോലെ അനന്ത സുബ്രഹ്മണ്യം, രമേശ് റാവുവിനെയും അവരിൽ നിന്ന് മൊഴിയെടുത്ത് കാണും. അവരെ ഏത് സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷെങ്കില് തൊണ്ടി മുതൽ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഉരുക്കി മാറ്റുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ സാക്ഷി പട്ടികയിലോ അല്ലെങ്കിൽ മാപ്പുസാക്ഷി വരെ ആകാവുന്ന സ്ഥിതിയിലേക്കാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ സ്വർണം കിട്ടും, അല്ലെങ്കിൽ എന്താണ് അതിന് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് എന്റെ ഒരു ഉത്തമ ബോധ്യം. ശരി, ആ വിശ്വാസം അവിടെ നിൽക്കുന്നു. അതേസമയം ഇപ്പോൾ കൂടുതൽ നേതാക്കളെ ചോദ്യമുനയിലേക്ക് എത്തിക്കുന്നു SIT എന്നുള്ളതാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഡോക്ടർ ജിൻഡോ ജോൺ, സുഭാഷ് ബാബു, ശ്രീ രാജഗോപാൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.